നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ സമഗ്ര ചിത്രം അതാണ് ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ആദ്യ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. ദക്ഷിണ കൊറിയയിൽ വിമാന ദുരന്തത്തിൽ 179 പേർ കൊല്ലപ്പെട്ടു. 181 പേരിൽ 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ലാൻഡിംഗ് ഗിയർ പ്രവർത്തനരഹിതമായതാണ് അപകടത്തിന് കാരണം. റൺവേയിൽ നിന്നും തെന്നിമാറിയ വിമാനം മതിലിൽ ഇടിച്ച് തീപിടിക്കുകയായിരുന്നു. ദാരുണ അപകടത്തിൽ മാപ്പ് പറഞ്ഞ് വിമാന കമ്പനിയായ ജെയ്ജു എയർലൈൻസ്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നും ദക്ഷിണ കൊറിയയിലെ മുവാനിലേക്ക് സഞ്ചരിച്ച ജെയ്ജു എയറിന്റെ വിമാനമാണ് ഇന്ത്യൻ സമയം രാവിലെ 5:32 അപകടത്തിൽപ്പെട്ടത്. ലാൻഡിംഗിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി വിമാനത്താവളത്തിന്റെ മതിലിലിടിച്ച് വിമാനം തകർന്ന് തീപിടിക്കുകയായിരുന്നു. 175 യാത്രക്കാരും 6 വിമാന ജീവനക്കാരുമടക്കം 181 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഒരു യാത്രക്കാരനും ഒരു വിമാന ജീവനക്കാരനുമടക്കം 2 പേരെ മാത്രമേ രക്ഷിക്കാനായുള്ളൂ. വിമാനത്തിൽ പക്ഷിയിടിച്ചാണ് ലാൻഡിംഗ് ഗിയർ തകരാറിലായതെന്നാണ് നിഗമനം. വിമാനത്തിന്റെ പിൻഭാഗം ലാൻഡിംഗിനായി ഉപയോഗിച്ചുകൊണ്ടുള്ള ബെല്ലി ലാൻഡിംഗ് നടത്തിയതിനു ശേഷമാണ് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി മതിലിടിച്ചത്. ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ ലോ കോസ്റ്റ് എയർലൈൻ കമ്പനിയായ ജെയ്ജു എയറിന്റെ ബോയിംഗ് 737-800 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ദക്ഷിണ കൊറിയയിലെ ചരിത്രത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണിത്. 1997 കൊറിയൻ എയർലൈൻസ് വിമാനം ഗുവാമിൽ തകർന്ന് 228 പേർ കൊല്ലപ്പെട്ടതിനു ശേഷം നടന്ന ഏറ്റവും വലിയ വ്യോമയാന ദുരന്തമാണിത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം. ആത്മഹത്യയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. NM വിജയന്റെ മരണത്തിനു പിന്നാലെ സാമ്പത്തിക ഇടപാടുകളടക്കം ആരോപണമായി ഉയർന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസിന്റെ അന്വേഷണം. ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിനാണ് അന്വേഷണ ചുമതല. ബത്തേരി അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇയാളുടെ അമ്പലവയലിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. NM വിജയന്റെ മൂത്ത മകന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. NM വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 24 വയനാട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനും KPCC അധ്യക്ഷനുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്നാണ് CPM-ന്റെ ആവശ്യം. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് IC ബാലകൃഷ്ണന്റെ പ്രതികരണം. NM വിജയന്റെയും മകന്റെയും മരണത്തിനു പിന്നാലെ അർബൻ ബാങ്ക് നിയമന കോഴ വിവാദത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയാണ്. IC ബാലകൃഷ്ണന് കോഴപ്പണം കൈമാറിയെന്ന വിജയൻ KPCCക്ക് അയച്ച കത്തും മീനങ്ങാടി കുമ്പളേരിയിലെ റിട്ടയേർഡ് അധ്യാപകനായ പീറ്റർ ജോർജുമായി ഉണ്ടാക്കിയ ഉടമ്പടി രേഖയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ CPIM നിലപാട് കടുപ്പിച്ചു. നാളെ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടലുണ്ടാവുകയോ അതിലൊരു പരിഹാരമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. DCC ട്രഷറർ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം BJP ആവശ്യപ്പെടുകയാണ്. പുറത്തുവന്ന രേഖകൾ വ്യാജമെന്നും ഉപജാപക സംഘങ്ങളാണ് പിന്നിലെന്നും IC ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. വ്യാജൻ എഴുതി ചേർത്താണ് ആരിത് ഈ രേഖകൾ ഉണ്ടാക്കി. അവരെ കണ്ടെത്തേണ്ടത് അത് രാഷ്ട്രീയത്തിന്റെ മുഖമോ ജാതിയുടെ മുഖമോ മതത്തിന്റെ മുഖമോ നോക്കിയല്ല. ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തി ഉൾപോരിൽ കൂടി നടത്തുന്ന ആരാണെങ്കിലും അവർ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ നിലപാട്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് IC ബാലകൃഷ്ണന്റെ തീരുമാനം. 24 വയനാട്. കോഴിക്കോട് ചേളന്നൂർ പൂഴിക്കാവിൽ ദേശീയപാതയ്ക്കുള്ള മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. കുന്നിടിച്ച് മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ വ്യക്തമാക്കിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. 100% മണ്ണ് 90% കൊണ്ടുപോയി. ഇനി ഞങ്ങളുടെ ഭാവി നോക്കണം. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം.
ഇനി ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമല്ല, അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയതാണ്. പക്ഷെ അത് പോലീസുകാരായി ഞങ്ങൾക്ക് സമരം നടക്കാൻ തന്നില്ല. ഓലെന്തിനാണ് ഇത് ഞങ്ങളെക്കുള്ള വരേണ്ട ആവശ്യമോ? ഓർക്ക് ഓരോട് കൈക്കൂലി വാങ്ങിയിട്ടായിരിക്കും ഓല് ഞങ്ങളെക്കുള്ള ഇതാക്കുന്നത്. ഓലെ കൂടെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ സമാധാനപരമായിട്ട് വന്നതാ. അപ്പോൾ ലോറി ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളെ മെമ്പറെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടി എതിർത്തത്. വനിതാ പോലീസ് ഇല്ലാതെ പോലീസുകാരാണ് ഞങ്ങളെ ആക്രമിച്ചത്. ഞങ്ങളെ ചവിട്ടി അങ്ങോട്ട് ഇട്ട് അടിക്കുകയും കൈകൊണ്ട് ഇടിക്കുകയും ചെയ്തിട്ടാണ് മെമ്പറെ കോഴീനെ വലിക്കുന്നവർ വലിച്ചിങ്ങോട്ട് ഇട്ടത്. ഇനി ഇവിടുന്ന് ഒരു തരി മണ്ണും എടുക്കാൻ പാടില്ല. ഇവിടെ ഈ പ്രദേശങ്ങൾ മുഴുവനും ഈ ഇതിൻ്റെ ഓണർ വീടാണത്, തൊട്ടടുത്ത്. ആ വീട് പോകില്ലേ, ഒരു പ്രളയമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് വരുന്നുണ്ട്, അങ്ങനെ പോകും. പിന്നെ 15-ാം തീയതി വരെ കോടതി നിർത്തിവെച്ച സാധനം അത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. അതിനെതിരായിട്ടാണ് ഇന്നലെ ഇവിടെ തുടങ്ങിയത്. അപ്പം ഇതൊരു ധിക്കാരായിട്ടാണ് വരുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹദ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നു. ഇതിനോടകം തന്നെ കുറേ മണ്ണ് കൊണ്ടുപോയിട്ടുണ്ട്, ഇനി കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുന്നു. കോടതിയുടെ കൂടി പരിഗണനയിലുള്ള വിഷയമാണ്. അതിലെന്താണ് തുടർന്ന് അധികൃതർ ആലോചിക്കുന്നത്? നാട്ടുകാർ പിന്നോട്ട് പോവില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും റിജിത്ത്, അങ്ങനെ തന്നെയാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി പുറകോട്ടില്ല എന്ന നിലപാടിലാണ്. കാരണം ഇതിനോടകം തന്നെ ഇവിടെ നിന്നും കുറേ അധികം മണ്ണ് കൊണ്ടുപോയി ഇവിടെയുള്ള ജലസ്രോതസ്സുകളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള പാരിസ്ഥിതികമായിട്ടും ഒക്കെ തന്നെ ഈ മേഖലയിലുള്ള ആളുകളെ ഇത് കാര്യമായിട്ട് ബാധിക്കും എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാക്കാൻ ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ചെറിയൊരു മാർച്ചായിട്ട് വരികയായിരുന്നു. എന്നാൽ പോലീസ് പിന്നീട് അത് പിന്നീട് അത് സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള പലരെയും വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് ആ രീതിയിൽ പെരുമാറേണ്ട ഒരു സാഹചര്യം എന്തായാലും ആ ഘട്ടത്തിലും ഇപ്പോഴും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ലോറി തടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഒരു സമരമാർഗം എന്ന നിലയ്ക്ക് അവർ ലോറി തടയും, അത് സാധാരണയാണ്. പക്ഷേ അതിനെ പോലീസ് കൈകാര്യം ചെയ്ത രീതി ശരിയായിരുന്നില്ല. അത് പിന്നീട് സംഘർഷത്തിലേക്ക് വഴി മാറുകയായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ നാട്ടുകാരുമായിട്ട് പോലീസ് ചർച്ച നടത്തുകയാണ്. പോലീസിൽ ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഡിവൈഎസ്പി വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. നാട്ടുകാർ പറയുന്നത് ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെ മറികടന്നാണ്, അല്ലെങ്കിൽ നാട്ടുകാരെയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയും മറികടന്ന് അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കരാർ കമ്പനി ഇവിടെ നിന്നും മണ്ണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം വലിയ ഒരു കുന്നാണ്. ആ കുന്നാണ് പൂർണ്ണമായിട്ടും ഇടിച്ചു നിരത്തി ഇവിടെ നിന്നും ഈ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് വ്യാപകമായിട്ട് കൊണ്ടുപോകുന്നത്. ആദ്യഘട്ടത്തിൽ പകൽ മണ്ണ് കൊണ്ടുപോയി ഇവിടെയുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് ഇവരെ അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് അത് രാത്രിയിലായിരുന്നു. രാത്രി ഒരു ദിവസം 5ഉം അതുപോലെ തന്നെ 10 ലോറിയിലായിരുന്നു മണ്ണ് കൊണ്ടുപോയിരുന്നത്. എന്നാൽ പിന്നീടാണ് ഇത് കൂടുതൽ മണ്ണുകൾ ഇടുകയും ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. റിജിത്ത, ശരി, കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ചെളന്നൂരിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നത്. പെരിയ ഇരട്ട